വേറെ എന്നാ സംഭവിക്കുന്നത് മനസ്സിലായിരുന്നു അപ്പോൾ ഇല്ല? എനിക്ക് മനസ്സിലായത്, എൻ്റെ ചോദ്യത്തിന് യേശു മറുപടി ഒരു സ്ക്രീനിൽ കാണിച്ചു, അത്രേ ഉള്ളൂ. അതിനേക്കാളും അപ്പുറം എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഇത് ഐ എം ജസ്റ്റ് റീഡിങ് ദ ബൈബിൾ ഫോർ ദ സേക്ക് ഓഫ് എന്നാ പറയുന്നത്, ടു നോ മോർ ഓഫ് ദിസ് എക്സ്പീരിയൻസ്. ഐ എം ടോക്കിംഗ് ടു എ പേഴ്സൺ ആൻഡ് ദ പ്രസൻസ്. ഇന്നാണ് പ്രസൻസും സാന്നിധ്യവും അഭിഷേകവും. ഐ ക്യാൻ ഡിഫൈൻ ഇറ്റ് ബൈ വേർഡ്. അതൊന്നും അറിയത്തില്ല. അന്ന് വേറെ ഒന്നും ഇല്ലെന്ന്. പക്ഷെ ഇങ്ങനെ കുറേ നേരം വായിക്കുമ്പോൾ മടുക്കത്തില്ലേ? ഇല്ല. വായി അതാ പറഞ്ഞു, യു ആർ ഡൈവിങ് ഇൻ ടു ദ റിവർ ഓഫ് ലൈഫ്. ചെറിയ പിള്ളേരെ കാണത്തില്ലേ, വെള്ളത്തിലിറക്കി കഴിഞ്ഞാൽ തിരിച്ചു കയറത്തില്ല. നമ്മൾ വടിയെടുത്താലും പറ്റത്തില്ല, ഒരു 5 മിനിറ്റ് എന്ന് പറയുന്ന ആ സന്തോഷമാ വചനത്തിനകത്തോട്ട് വരണം. ഡൈവിങ് ഇൻ ടു ദ റിവർ ഓഫ് ലൈഫ്, ഡീപ്പസ്റ്റ് ഓഫ് ദ ഡീപ്പസ്റ്റ് പിറ്റ് ഞാൻ കണ്ടതാണ്. No one needs it. No one needs it. അവിടുന്നാണ് യേശു എന്നെ പൊക്കിയെടുത്തത്. ബ്രാഞ്ചസ് അടഞ്ഞുകൊണ്ടിരിക്കുന്നു, വീട്ടിൻ്റെ വാതൊക്കെ പൈസയ്ക്ക് വേണ്ടി ആൾക്കാർ വരുന്നു. അപ്പോൾ ടെൻഷൻ ഉണ്ടോ? വേറെ ടെൻഷനല്ല, ഭയങ്കര രാത്രികളിൽ കിടന്ന് ഈ പ്രെയർ ടൈം കഴിഞ്ഞ് കിടക്കുമ്പോൾ പാനിക് അറ്റാക്ക്. സാമ്പത്തിക തകർച്ചയെന്ന് പറയുന്നതോ, രോഗം, അല്ലെങ്കിൽ ഒരാൾ കിടക്കയിൽ കിടക്കുമ്പോൾ 10 പേർ കാണാനെങ്കിലും വരും. പക്ഷെ സാമ്പത്തികമായ ഒരുത്തൻ തകർന്നാൽ അവൻ വെറും വേസ്റ്റാണ്. ഒരാൾക്കും സഹതാപം കാണത്തില്ല, കുടുംബക്കാർക്ക് പോലും സഹതാപം കാണത്തില്ല, ഏറ്റവും അടുത്തിരിക്കുന്നവർ പോലും തള്ളി പറയും. ഇന്ന് 1,00,000 പേർ ഉള്ള ക്രൂസൈഡാണേലും 15 പേരുടെ പാസ്റ്റേഴ്സ് മീറ്റിംഗ് ആണേലും ഒരാളോടിരുന്ന് സംസാരിക്കാനാണേലും ഞാൻ തയ്യാറാകുന്നത് എൻ്റെ അനുഭവം. ബ്രദറിന് ശരിക്കും എന്തോ ചേഞ്ച് വരുന്നതായിട്ട് ബ്രദറിന് മനസ്സിലാവുന്നു. 100% ചേഞ്ച്. 1% അല്ല, 100% ചേഞ്ച്. ഐ ഡോണ്ട് വാണ്ട് ടു മീറ്റ് മൈ ഓൾഡ് ഫ്രണ്ട്സ്. ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് ടു എനിബഡി. ചെറിയ കാര്യം പറയുമ്പോൾ എനിക്ക് അയ്യെന്ന. ഇറ്റ് ഈസ് വേറെ എന്നിട്ട് എന്നാ സംഭവിച്ചത്? വേറെ ഈ ബോർഡിനകത്ത് സ്വിം ചെയ്യുന്നു. അപ്പം ഞാൻ വേർഡിനാ വായിക്കുന്നു, ഓഫീസിൽ വരും. അന്നും ബിസിനസ് ഉണ്ട്. ബിസിനസ്സിനകത്ത് വരും, മോളിൽ കയറിയിരുന്നു. അപ്പോഴത്തേക്ക് എല്ലാം ബ്രാഞ്ചസ് അടയാം, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. കാര്യം ഈ തളർന്ന സമയത്ത് എല്ലാം ഹേവയറായിപ്പോയി. അപ്പം ഒരു സൈഡ് ബിസിനസ്സിനകത്ത് പ്രശ്നങ്ങളുണ്ട്, ആ സമയത്താണ് വേറെ ബാപ്റ്റിസം എടുക്കുന്നത്. അല്ല, ബാപ്റ്റിസം എടുത്ത് കഴിഞ്ഞ തിരിച്ച് ഓഫീസിലോട്ട് വരുമ്പോഴാണ് അറിയുന്നത് ഇത് മുഴുവൻ പോയി കിടക്കുക. സകല സൃഷ്ടിയോടും ഇതൊക്കെ ഇപ്പം പറഞ്ഞാൽ വാസ്തവത്തിൽ വട്ടണമെന്ന് പറയും. സകല സൃഷ്ടിയോടും. അപ്പം ഞാൻ പ്ലാന്റേഷൻ്റെ അവിടെ പിന്നെ ഒരു കാക്ക വന്നിരിക്കുമ്പം കാക്കയോട് വർത്താനം പറയും. എനിക്കറിയാമോ യേശു ജീവൻ എന്നെ സൃഷ്ടിച്ചത്. അങ്ങനെ പറയാൻ തോന്നി എന്നെ പറഞ്ഞു. സകല സൃഷ്ടിയോടും പോയി സുവിശേഷം. ആ വചനം അതുപോലെ എടുത്തു. ഞാൻ എല്ലാം ഞാൻ പറഞ്ഞില്ല, ഒരു സാധനം കൺവിൻസ്ഡായ ഞാൻ ആ വാക്ക് ഞാൻ ഇന്നലെ രാത്രി ഇന്നർച്ചേവർ പറഞ്ഞു. ഈ എല്ലാ അധ്യായം തുടങ്ങുന്ന എങ്ങനെ? കൊലോസിയർക്ക് എഴുതിയ വിശുദ്ധന്മാർക്ക് അല്ലേ? അതെ. കൊലോസിയറിൽ എഴുതിയ പാപികളായ രക്ഷിക്കപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി എഴുതിയെന്ന് എവിടെയെങ്കിലും എഴുതി അങ്ങനെ ഒരു റെഫറൻസ് എവിടെയെങ്കിലും ഇല്ല. ഇന്ന് നമ്മൾ അങ്ങനെ പറയത്തുള്ളൂ, കർത്താവിൻ്റെ കരുണയാൽ രക്തത്താൽ. യു ആർ കൺഫെസ്സിങ് യുവർ ഡെത്ത്. വിശുദ്ധനാ. ഹൗ ഡസ് ഇറ്റ് സ്റ്റാർട്ട്? റീഡിഫൈനിങ് ക്രിസ്ത്യാനിറ്റി എന്ന് ഞാൻ പറയും. യു ഹാവ് ടു റീഡിഫൈൻ മെനി തിങ്സ്. യു ആർ ടെല്ലിങ് യുവർ സെൽഫ് യു ആർ എ സ്ലേവ്.
യു ആർ മേക്കിംഗ് യുവർ സെൽഫ് എ ബെഗർ. പക്ഷെ ഇന്ന് ഞാനിത് കർത്താവിൻ്റെ കരുണയാൽ യേശുവിൻ്റെ രക്തത്താൽ രക്ഷിക്കപ്പെട്ട മഹാപാപികളായ നമ്മൾ എന്നൊക്കെ പറയണ്ടേ? ഇല്ല. അത് കേൾക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു റിലീജിയോസിറ്റി. It never refers to the saints. ഇത് കാക്കയെ കാണുമ്പോൾ കാക്കയുടെ സുവിശേഷം. അപ്പോൾ ഈ സമയത്ത് ബ്രാഞ്ചസ് അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബ്രാഞ്ചസ് അടഞ്ഞുകൊണ്ടിരിക്കുന്നു. വീട്ടിൻ്റെ വാതൊക്കെ പൈസയ്ക്ക് വേണ്ടി ആൾക്കാർ വരുന്നു. അപ്പോൾ ടെൻഷൻ ഉണ്ടോ വേറെ? ടെൻഷനല്ല, ഭയങ്കര രാത്രികളിൽ കിടന്ന് ഈ പ്രെയർ ടൈം കഴിഞ്ഞ് കിടക്കുമ്പോൾ പാനിക് അറ്റാക്സ് എന്ന് വെച്ചാൽ ഫ്യൂച്ചർ പോവുക. പൈസയില്ല, ഭക്ഷണത്തിന് പൈസയില്ല, സ്കൂൾ ഫീസ്, ഇതൊക്കെ എവിടെ നിന്ന് വരും? മറ്റേത് ഒരു ബ്ലേഡ് അടുത്ത ബ്ലേഡ്, ആ പരിപാടി നിർത്തി, പൈസ പലിശയ്ക്ക് എടുക്കുന്ന പരിപാടി നിർത്തി. അപ്പം ഞെരുക്കം വരാൻ തുടങ്ങി, അടയാൻ തുടങ്ങി, തരാൻ ആരും ഇല്ല. അപ്പോൾ ഇപ്പോൾ പഴയ ഫ്രണ്ട്സ് ഇല്ല, പഴയ കമ്പനി ഇല്ല, ബ്രദറിൻ്റെ ബിസിനസ്സും ഇങ്ങനെ പോകുന്നു. ഭയങ്കര ഒരു സിറ്റുവേഷൻ അല്ലേ വേറെ? ഭയങ്കര എന്നല്ല, ഭീകര സിറ്റുവേഷനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് സാമ്പത്തികമായ ഉയർച്ച ഇതിനകത്തുണ്ടെന്ന് ഇത്രയും ധൈര്യത്തോടെ പറയാനുള്ള കാരണം. ചിലർ പറയും ഇത് പ്രോസ്പെറിറ്റി പറയാ. അടുത്ത നേരം ഒരു കുടുംബം മുഴുവൻ, കുഞ്ഞുങ്ങൾ വിശക്കുന്നു എന്ന് കേൾക്കുന്ന ഒരു അപ്പൻ്റെ ഹൃദയത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അമ്മയ്ക്കറിയത്തില്ലായിരിക്കും. അമ്മയെക്കാളും അപ്പനെ സ്പർശിക്കത്തുള്ളൂ. അത് ഹീസ് റെസ്പോൺസിബിൾ. ഒരു ക്രിസ്മസിൽ എല്ലാ വീടുകളിലും സ്റ്റാർ ഇടുമ്പോൾ പപ്പ നമ്മുടെ വീട്ടിലും സ്റ്റാർ വേണ്ടേ എന്ന് പറയുമ്പം അത് എന്നാ ഇന്ന് വാങ്ങിച്ചുകൊണ്ട് വരാത്തതെന്ന് പറയുമ്പോൾ ഒരു അപ്പന് മാത്രമേ അതിൻ്റെ വേദന അറിയത്തു. സോ ഇറ്റ് വാസ് പാനിക്കി. ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരുന്ന പോലെ തോന്നും. പക്ഷെ പിന്നെയും കർത്താവിൻ്റെ ആനന്ദത്തിൽ അത് പോയി. അപ്പോഴും കർത്താവിനോടിരിക്കുന്നു. ഇതെല്ലാം ഇത് ഒരു കുറച്ചുകൂടെ ഡെപ്തിലിരിക്കും, ഡീപ്പറാകാൻ തുടങ്ങി. കുറച്ചുകൂടെ ഡീപ്പർ. വീട്ടിൽ ആൾക്കാർ വരുന്നു, അത് കഴിഞ്ഞ് അവിടെ തെറിവിളി വരുന്നു, ഞാൻ ചുമ്മാ നോക്കി നിൽക്കുന്നു. കാരണം എല്ലാ ബ്രാഞ്ചിലും എല്ലാവർക്കും വാഹനം ഉൾപ്പെടെ കൊടുത്ത എൻ്റെ വീട്ടിൽ 4 വണ്ടി, കാറ്, ആ ലെവലിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് ഓർത്ത്. എത്ര ഓഫീസായിരുന്നു വേറെ? 11 ഓഫീസ്, 5 ബിസിനസ്, തൂത്തുക്കുടി ഫാക്ടറി, ഇവിടെ മൂലയെടുത്ത ഫാക്ടറി. ഇതിനകത്തുനിന്ന് 0 ആകുക എന്ന് പറഞ്ഞാൽ ഇപ്പം 13 വയസ്സിൽ നിന്ന് 23 വയസ്സ് വരെ വന്നത് പ്രശ്നമില്ല. പക്ഷേ അവിടുന്ന് സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കുന്ന പോലെ 99 0 വരിക എന്ന് പറഞ്ഞാൽ പിന്നെ പ്രശ്നം. ഇല്ലാത്തതിനകത്തുനിന്ന് സ്ട്രഗിൾ ചെയ്ത് മുമ്പോട്ട് വരുന്ന കുഴപ്പമില്ല. പക്ഷെ ഒരു ഉള്ളവൻ സാമ്പത്തികമായി ഒരു കാലഘട്ടത്തിൽ ഉയർന്ന് ഇരിക്കുന്ന ആൾക്ക് കിട്ടുന്ന അംഗീകാരം, അവർക്ക് എല്ലാവർക്കും അവരെ വേണം. രാഷ്ട്രീയക്കാരെ അവർക്ക് വേണം, എന്ത് വേണം, കാര്യം എല്ലാം പൈസ. അവിടുന്ന് 0 ആകുമ്പം യു ആർ എ വേസ്റ്റ് ഫോർ ദ സൊസൈറ്റി. ഒരു ഭാരമാണ് നിങ്ങൾ ഇന്ന് സമൂഹത്തിന്. കർത്താവിന് വലിയൊരു വേറെ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്ന കർത്താവിൻ്റെ സ്നേഹം ഇല്ലായിരുന്നെങ്കിൽ ആ സമയം അതിഭീകരമായ വേറെ അല്ല ആത്മഹത്യ. രക്ഷിക്കപ്പെട്ട ശേഷവും ഞാൻ ആത്മഹത്യക്ക് വേണ്ടി ഒത്തിരി പ്രാവശ്യം. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ദാറ്റ് വാസ് എ പ്രോസസ് വേർ ഐ ബ്രോക്ക്. ദ ഐ വെൻറ്റ് ഓഫ് ആൻഡ് ഐ ആം കേം ഇൻ. ഞാൻ ഓർത്തത് ഞാൻ എന്തോ വലിയ പുള്ളിയാണ്, ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നത്. അത്രയും കോണ്ടാക്ട്സ് ഉണ്ട്, ആരടാ നീ എന്നുള്ള ധാരണയാണ്. ഈ ഒരു അനുഭവത്തോടെ മനസ്സിലായി വെറും ഭാരമാണ്
സൊസൈറ്റിയിൽ. സാമ്പത്തികമായി ഒരാൾ തകർന്നാൽ, സാമ്പത്തിക തകർച്ചയെന്ന് പറയുന്നതോ, രോഗം അല്ലെങ്കിൽ ഒരാൾ കിടക്കയിൽ കിടക്കുമ്പോൾ 10 പേർ കാണാനെങ്കിലും വരും. പക്ഷെ സാമ്പത്തികമായി ഒരുത്തൻ തകർന്നാൽ അവൻ വെറും വേസ്റ്റാണ്. ഒരാൾക്കും സഹതാപം കാണത്തില്ല, കുടുംബക്കാർക്ക് പോലും സഹതാപം കാണത്തില്ല, ഏറ്റവും അടുത്തിരിക്കുന്നവർ പോലും തള്ളി പറയും. ബ്രദർ അതിനകത്തൂടെ പോയല്ലേ? And that is where you taste the love of the one who saves. And that is where you become emotionless. Because you have seen all those dramas. എല്ലാം ഡ്രാമ കണ്ടല്ലോ ഇപ്പം. ആരാന്ന് മനസ്സിലായല്ലോ. പിന്നെ യേശു ഉയർത്തുമ്പോൾ എത്ര ഉയർത്തിയാലും ഉയരത്തില്ല. കാരണം ഇത്രയേ ഉള്ളൂ ജീവിതം, യേശു മാത്രമേ ഉള്ളൂ ആശ്രയം എന്ന് മനസ്സിലാവും. എല്ലാ റീലും മനസ്സിലായി, നമ്മുടെ ചുറ്റുമുള്ള ഫ്രണ്ട്സൊക്കെ എല്ലാം മനസ്സിലായി, യേശു ആരാന്ന് മനസ്സിലായി അല്ലേ? യേശു ആരാന്ന് I can tell you hundreds of stories. But ഞാൻ പറഞ്ഞില്ലേ, it will be, that is my definition where I stand today. ഇന്ന് 1,00,000 പേർ ഉള്ള ക്രൂസൈഡ് ആണേലും 15 പേരുടെ പാസ്റ്റേഴ്സ് മീറ്റിംഗ് ആണേലും ഒരാളോടിരുന്ന് സംസാരിക്കാനാണേലും ഞാൻ തയ്യാറാകുന്നത് എൻ്റെ അനുഭവം. എൻ്റെ കൂടെ സെക്രട്ടറിമാർ വേണ്ട. യു ഹാവ് സീൻ. അതെ, എനിക്ക് കൊട പിടിക്കാൻ, എൻ്റെ ബൈബിൾ പോലും പിടിക്കാൻ അറിയാൻ ഞാൻ സമ്മതിക്കത്തില്ല. കാരണം ആ ഡീപ്പസ്റ്റ് ഓഫ് ദ ഡീപ്പസ്റ്റ് പിറ്റ് ഞാൻ കണ്ടതാണ്. No one needs it. No one needs it. അവിടുന്നാണ് യേശു എന്നെ പൊക്കിയെടുത്തത്. ചിലർ ലോകരാജ്യങ്ങളിൽ ഒക്കെ ഡ്രീം ചെയ്യുന്ന, എനിക്കൊരു ഡ്രീമും ഇല്ല. ഹോപ്പ് ഉണ്ടായാലല്ലേ ഡ്രീം എത്തൂ. ഈ കോട്ടയം ടൗണിൽ നിന്ന് വെളിയിൽ ഒരാളെ സുവിശേഷം എന്ന് പറഞ്ഞാൽ അറിയത്തില്ല. ആപ്പാടെ അറിയാവുന്ന ആമോസിംഗ് പാസ്റ്ററിന് ആപ്പാടെ ഉള്ള ഒരു കുടിൽ ബാലഘാട്ടില്ല. അങ്ങനെ വല്ല അമേരിക്കയിലായിരുന്ന ഒരു ഹോപ്പിനെ അമേരിക്ക കൊണ്ടുപോകുന്നു. ആശ്രമം മാത്രം. പക്ഷെ അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഇത് പൈസ കിട്ടുന്ന മാർഗമാണെന്നോ, ഇത് ഇതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ സാമ്പത്തികമായും ആരോഗ്യപരമായും ഇതെല്ലാം ഈ ഹോൾ സിനാരിയോ മാറ്റാൻ കഴിവുള്ളവനായ യേശു എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ സന്തോഷമകത്ത് ഭയങ്കര. മുമ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ ഇന്ന് ഹെവൻലി ഫീസ്റ്റ് മൂവ്മെൻറ്റ് നിൽക്കുമ്പം ആൾക്കാർക്ക് അറിയാം, ഓ ഐ ടു ക്യാൻ ബിക്കം ലൈക്ക് ദിസ്. അന്ന് ആരുമില്ല. അങ്ങ് ആഫ്രിക്കയിൽ ബോങ്ക കിടപ്പുണ്ട്, അമേരിക്കയിൽ ബെനിഹിനുണ്ട്, അങ്ങ് ദൂരെ, വളരെ ദൂരെ. ഇന്ത്യക്കാരില്ല. അതും ഇന്ത്യയിലൊന്നും സംഭവിക്കുമെന്നൊന്നും ആർക്കും ഒന്നും ഇന്ത്യക്കാരില്ല. പിന്നെ വരുന്നത് ഇടയ്ക്ക് വല്ല ദിനകരനാണ് ഈ മാസ് മൂവ്. DJS ദിനകരങ്ങളാണ് ഈ മാസ് മൂവ്മെൻറ്റ്. അതായത് ബെനിഹിൻ മോഡൽ ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ അത് എല്ലാം കൺവെൻഷനാണ്, ചർച്ചല്ല. അതെ കൺവെൻഷൻസ്. അവർ തിരിച്ച് അത് സ്ഥലങ്ങളിലേക്ക് എല്ലാവരും. ഇതൊരു ചർച്ച് മൂവ്മെൻറ്റ്, ചർച്ച് പ്ലാന്റിങ്, ചർച്ച് വിശ്വാസികളായി തീരുന്ന സ്റ്റേഡിയം എന്നറിയാമെന്നൊക്കെ പറയുന്നത്, ദർ ഇസ് നത്തിങ്, ഒരു പാരലൽ എവിടെയും ഇല്ല ടു ഡ്രീം ഓഫ്. സോ ഐ ഹാഡ് നോ ഡ്രീംസ്, ബട്ട് അകത്ത് വാസ് ജോയ് ഇൻഎക്സ്പ്രസിബിൾ. അതായിരിക്കും വേറെ ഇസ്രായേൽ ജെറുസലേം ഹൗസ് ഓഫ് പ്രയർ ഫോർ ഓൾ നേഷൻസ്, ജോഫാൻ. അപ്പോൾ അവിടെ നമ്മുടെ ചെറിയാൻ 1.5 വർഷം നമ്മൾ മിഷണറി ആയിട്ട് സെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പം
ചിലനോട് തിരിച്ചു എന്നോട് കാര്യം പറഞ്ഞത് 2005 പറഞ്ഞാണ്, ഞാനിപ്പോൾ ഓർത്തിരുന്നത് 20 വർഷം മുന്നേ. രഞ്ജു, അവിടെ ഈ സെപ്റ്റംബറിലെ കോൺവൊക്കേഷൻ നടക്കുന്ന സമയത്ത് 170 രാജ്യങ്ങളിൽ നിന്ന് മറ്റോ ആൾക്കാർ, 90 രാജ്യങ്ങളിൽ നിന്ന് പാസ്റ്റേഴ്സും അടുത്ത എൽഡേഴ്സും എല്ലാം വരാറുണ്ട്. ഇവരെല്ലാം ചോദിക്കുന്നത്, ഡെസ്കിൽ നിന്ന് ചോദിക്കുന്ന ഒറ്റൊരു കാര്യമാണ്, വെൻ ഈസ് പാസ്റ്റർ മാത്യു സെഷൻ. ഞാൻ ശരിക്കും അതിലോട്ട് അത്ഭുതപ്പെട്ടു. കാരണം കുറച്ച് പറയില്ല, ബാക്കിയുള്ള ഒത്തിരി പേര് മലയാളികളിടയ്ക്കാണ് പോയി പ്രീച്ച് ചെയ്യാറുള്ളത്. നല്ല കാര്യം, യേശുവിനെ പറയുന്നത്. പക്ഷേ ബ്രദർ ബാക്കി നാഷണാലിറ്റീസ്, ആ ദേശക്കാരിടയ്ക്ക് പോയി ആണ് ബ്രദറിനെ ഉപയോഗിക്കപ്പെടുന്നത്. 4000-ഓളം അപ്പോസ്റ്റോളിക് ലീഡേഴ്സാണ് വരുന്നത്. ഈ ജോഫാൻ 2001 ഞാൻ ആദ്യമേ പോയത്. അത് കഴിഞ്ഞിട്ടാണ് ചെറിയനെ വിടുന്നത്. അതെ. അതും ഒരു എൽഡർ മരിച്ചുപോയി. അപ്പോൾ ഒരു എൽഡർ മരിച്ചതിന് ഒരു എൽഡറിന് സ്ഥാനം വരണം. അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം ഇന്ത്യ നിന്നാണെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. സ്പിരിച്വൽ വാർഫെയറിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണെന്ന് പറഞ്ഞു. 3, he has 2 names. One is the name of an apostle, one is other name. അപ്പോൾ അവർക്കറിയാം, ഇന്ത്യയിൽ അറിയപ്പെടാവുന്ന ഒറ്റ ആളുകൾ PG വർഗീസ് അങ്കിൾ. അവർ PG വർഗീസ് അങ്കിളിനെ വിളിച്ചു. PG വർഗീസ് അങ്കിൾ പറഞ്ഞു, ഇങ്ങനെ ഒരു വലിയ ഉണർവ് നടക്കുന്നുണ്ട്. 2001 ഒരു യൗവനക്കാരനാണ്, നിങ്ങളീ പറയുന്ന അപ്പോസ്റ്റലിൻ്റെ പേര് വേറൊരു പേരുമുണ്ട്, ആ പേരിലാണ് കൂടുതലും അറിയപ്പെടുന്നത്. അങ്ങനെയാണ് PG വർഗീസ് അങ്കിൾ എന്നെ വിളിച്ചിട്ട് പറയുന്നത്, ഇവർക്ക് കാണണം, നേപ്പാൾ വരെ പോകണം. അപ്പോൾ അവരെല്ലാവരും കൂടെ നേപ്പാളിൽ വന്നു. എൻ്റെ കൂടെ ഇരുന്നു, വർത്താനം പറഞ്ഞു, പ്രാർത്ഥിച്ചു, പറഞ്ഞു യു ആർ ദി എൽഡർ. അങ്ങനെയാണ് ഞാൻ 2001 പോകുന്നത്. 2001 മീറ്റിംഗ് പോയത് ഭയങ്കര സംഭവമാണ്. കാര്യം ബ്രദറിനെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യും, ഞാനും ഷാജാനും ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ 9/11 വിഷയം നടക്കുന്നു, പോകാൻ പാടാന്ന് പറയുന്നു. ഞങ്ങൾ വേറെ ഡ്രോപ്പ് ചെയ്തു. ഡൽഹി ചെന്ന്, ഡൽഹിയിലെ എംബസിയിലൊക്കെ, എംബസി അല്ല, ഈ ഏറ്റവും വലിയ പ്രശ്നം 9/11 നടന്നു. അന്നിൻ്റെ പിറ്റേ ദിവസം ഇവിടുന്ന് പോകണ്ടേ. അപ്പം ഞാൻ ഈ പതിവ് പോലെ പ്രാർത്ഥിക്കുക. അന്ന് എനിക്ക് നിലത്തിരിക്കാറായി. ഇപ്പം എൻ്റെ ബെഡ്റൂമിൽ അനി കിടന്നുറങ്ങുന്നു, ഞാൻ താഴെ. അപ്പം 2001 എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂവ്മെൻ്റ് ആയി, ഇറ്റ് ഈസ് ടേക്കിംഗ് ഓഫ്. നമ്മൾ നാട്ടകത്ത് ആയി. ഞാനപ്പം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക, പോണോ വേണ്ടിയോ. ഫ്ലൈറ്റ്സ് എല്ലാം ക്യാൻസൽഡ്, എല്ലാം ഷട്ട് ഡൗൺ ആകുന്നു. ഞാൻ പേര് പറയുന്നില്ല, പല ദേവദാസന്മാരെ വിളിച്ചു. എല്ലാവരും എന്നോടൊറ്റ മറുപടി പറഞ്ഞു, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോകാതിരിക്കുക നല്ലത്. ഇപ്പോൾ ഏകദേശം 4:30 മണിയായി, 4:30-5 മണിയായി രാവിലെ വെളുപ്പിന്. അപ്പോൾ ഇനി 6 മണി ആയാൽ ഇവിടെ നിന്ന് ഇറങ്ങിയാലേ ഫ്ലൈറ്റ് കിട്ടും. അപ്പം ഈ 4:30-5 ആയപ്പം അനി ഉറക്കത്തിൽ നിന്ന് ഇടയ്ക്കുന്ന ഇതുവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക. അന്ന് ലാൻഡ് ലൈനേ ഉള്ളൂ. പലരോടും ചോദിച്ചിട്ട് ആരും ഒരു ക്ലിയർ മറുപടി തരുന്നില്ല. ഒന്ന് അനി എന്നോട് ചോദിച്ചു, കർത്താവിനോട് ചോദിച്ചു. അപ്പോഴാണ് എനിക്ക് സുബോധം വേണ്ടി, ഞാൻ എന്തിനാ ഈ ആൾക്കാരോട് ചോദിക്കുന്നേ? യേശുവേ, ഞാൻ പോകണം, എനിക്ക് കേൾക്കാം, എനിക്ക് കൊണ്ടുപോകാൻ അറിയാമെങ്കിൽ തിരിച്ചു കൊണ്ടുവരാനും അറിയാം. ബസ് SMS വന്നു, സ്വർഗത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഓർക്കുന്നുണ്ട്, ജയ്ബ്രഹ്മ വീട്ടിലോട്ട് ആദ്യമേ പോയി. അതെ. ജയ്ബ്രഹ പറഞ്ഞു, ഇത് ഇനിയൊന്നും ഫ്ലൈറ്റൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അത്രയ്ക്ക് പറഞ്ഞു. ഇപ്പോഴത്തേക്ക് വണ്ടി എടുത്ത് പറക്കുമായിരുന്നു, ഭയങ്കര സ്പീഡിലാണ് പോയത്. പറന്ന് കൊച്ചിയിലെത്തി. ഞാൻ കൗണ്ടറിലെത്തുമ്പം കൗണ്ടർ ക്ലോസ്ഡ്. കൗണ്ടർ ക്ലോസ്ഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇൻ്റർനാഷണൽ കോൺഫറൻസ് നടക്കും, അതിൻ്റെ മെയിൻ സ്പീക്കർ. അപ്പം എന്ത് അവർ പറഞ്ഞു, ക്ലോസ്ഡ്. അപ്പം ഈ ഏണി മാറ്റാൻ പോവുക. ആ സമയത്താണ് ഞാൻ പിന്നെയും അവരോട് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവർ വിളിച്ചു ചോദിച്ചു, അവിടെയാണ് ദൈവത്തിൻ്റെ ഇടപെടൽ. വെയിറ്റ് എ മൊമെൻ്റ് എന്ന് പറഞ്ഞ് എന്നെ കാറെ കൊണ്ടുപോയി
അവിടെ ആക്കി ഞാൻ കയറുക പ്ലെയിനെ. ജെറ്റ് എയർവേസിൻ്റെ ഒരു ഫ്ലൈറ്റാണ് എൻ്റെ ഓർമ്മ, സിൽവർ കളർ. അത് പോകുന്ന ഞങ്ങൾ പുറത്തുനിന്ന് കണ്ടിട്ട് വരെ ഞങ്ങൾക്ക് തിരിച്ചു വരുമെന്ന് ഏകദേശം ഉറപ്പായിരുന്നു. 100% ആ. ഡൽഹി എയർപോർട്ട് എത്തി. റോയൽ ജോർഡൻ എയർലൈൻസ്. അപ്പം അവിടെ വലിയ ക്യൂ നിൽക്കുക ഇസ്രായേൽ പോകാൻ. ഓൺലി Israeli Jewish Israeli passport holders are allowed to board. No one else boards. അനൗൺസ്മെൻറ്റ്. ഞാൻ ക്യൂ നിൽക്കുക. ഞാൻ അയച്ചാൽ തിരിച്ചു കൊണ്ടുവരും. അയച്ചിരിക്കുക. അപ്പോൾ എന്താണേലും ഒരു വഴി കാണും. ഞാനിങ്ങനെ ക്യൂവിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പം ആ കൗണ്ടറിൽ ഇരിക്കുന്ന ആളെന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് യു ഇസ്രായേലി പാസ്പോർട്ട് ഹോൾഡർ. ഞാൻ തിരിഞ്ഞങ്ങ് നോക്കും, ആസ് ഇഫ് ഇഗ്നോർ ചെയ്യുന്നത്. ഇവൻ പിന്നെയും പറയുക. അങ്ങനെ ആയി. ഇനി 3 ആളിവിടെ ഉണ്ട്. അപ്പോൾ അയാൾ ചോദിച്ചു, ഐ എം ആസ്കിങ് യു, ആർ യു എൻ ഇസ്രായേൽ പാസ്പോർട്ട് ഹോൾഡർ? ഞാൻ പറഞ്ഞു, നോ, ഇന്ത്യൻ. കാൺട്ട് യു ഹിയർ ഐ എം ടെല്ലിങ്? ഇൻസ്ട്രക്ഷൻസ് ആർ ഓൺലി ഇസ്രായേൽ പാസ്പോർട്ട് ഹോൾഡേഴ്സ് ക്യാൻ എൻറ്റർ. ഞാൻ പറഞ്ഞു, ഓക്കെ. ഇന്ന് ഓക്കെ എന്ന് ഞാൻ പറയും. ഇയാളുടെ സീനിയർ കൈക്ക് പിടിച്ചുകൊണ്ട് പോവുക. ഏതാണ്ട് എമർജൻസി വർത്താനം പറയാൻ പോയി. ഈ ഡെസ്കിൽ ഇരുന്നയാണ്. ഉടനെ അടുത്ത ഒരാൾ വന്നു. അപ്പോഴത്തേക്ക് ഞാൻ അവിടെ എത്തി. അയാൾ ഇത് ചെയ്തു, എൻ്റെ ലഗേജും ടാഗ് ചെയ്തു, കയറ്റി വിട്ടു, ബോർഡിങ് പാസ് എടുത്തു. ഞാൻ അവിടെ നിന്ന് സ്ഥലം മുങ്ങി. കുറച്ച് നേരം കഴിഞ്ഞപ്പം എൻ്റെ പേര് അനൗൺസ് ചെയ്തു. പ്ലീസ് കം ടു ദ ഡെസ്ക്. ഞാൻ ഉടനെ ഈ മനുഷ്യനാണ്, ഐ ടോൾഡ് യു ഓൺലി ഇസ്രായേൽ പാസ്. ഞാൻ പറഞ്ഞു, ബട്ട് ഐ ഹാവ് ടു ഗോ ടു കോൺഫറൻസ്, ഐ എം ദ മെയിൻ സ്പീക്കർ എന്ന് പറഞ്ഞ അയാൾ ഒന്ന് ദേഷ്യപ്പെടുക. യുവർ ബാഗേജ് ഹാസ് ഓൾറെഡി ബീൻ ലോഡഡ്. ഫ്ലൈറ്റ് എല്ലാലാണ്. അപ്പം ഈ റോയൽ ജോർഡന് അവർക്ക് ആ അപ്പോയിൻറ്റഡ് ടൈമിൽ തന്നെ ടേക്ക് ഓഫ് ചെയ്യണം. കാര്യം ഈ മുഴുവൻ എയർ സ്പേസ് ക്ലോസ് ഡൗൺ ആവും. ഇവർക്ക് എങ്ങനെയും ഇവിടുന്ന് എവാക്വേഷനാണ് നടക്കുന്നത്. ഇനി ഓഫ് ലോഡ് ചെയ്യാൻ സമയം. അപ്പോൾ എൻ്റെ അകത്ത് കയറി പ്ലെയിനകത്ത്. എന്നിട്ട് യു ആർ ഗോയിങ് അറ്റ് യുവർ ഓൺ റിസ്ക്. യെസ്. റോയൽ ജോർഡനകത്ത് ഒരേ ഒരു ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡറേ ഉള്ളൂ. ഞാൻ കയറി ജോർഡനിൽ എത്തി. അവിടുന്ന് കണക്ഷൻ ഫ്ലൈറ്റ് ഇല്ല. ഇസ്രായേൽ എയർപോർട്ട് ക്ലോസ്ഡ്. എല്ലാ ലോകത്തിലെ എയർപോർട്ട്സ് ക്ലോസ്ഡ് അല്ലേ. ജോർഡൻ എയർപോർട്ടിൽ ഞാൻ ഇരിക്കുക. 2 മണിക്കൂറായി. 3 മണിക്കൂറായപ്പം പറഞ്ഞു, ദ ഫസ്റ്റ് പ്ലെയിൻ ആസ് എ ട്രയൽ വി ആർ ഗോയിങ്. ദർ ഇസ് നോ ഷുവർട്ടി ദാറ്റ് വി വിൽ ബി ഏബിൾ ടു ലാൻഡ്. ബട്ട് ഇഫ് ഇസ്രായേലി എയർ സ്പേസ് അലൗസ് അസ്, ദിസ് പ്ലെയിൻ വിൽ ലാൻഡ്. അതിനകത്തോട്ട് കയറി. അങ്ങനെ ഇസ്രായേലിൻ്റെ മുകളിൽ വി ആർ നൗ ഗോയിങ് ഓവർ ക്രോസ് ദ ബോർഡർ. അവിടെ തൊട്ട് കരയാൻ തുടങ്ങും. എൻ്റെ വീട്ടിലോട്ട് തിരിച്ചു, വർഷങ്ങൾക്ക് ശേഷം എൻ്റെ വീട്ടിലോട്ട് വരുന്ന ഒരു അനുഭവം. ബോൺ അഗെയിൻ എന്ന് പറയാം. എൻ്റെ വീട്ടിലോട്ട് വർഷങ്ങൾക്ക് ശേഷം അനാഥൻ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന ഞാൻ എൻ്റെ വീട്ടിലോട്ട് വരുന്ന അനുഭവം. കരയും. ഞാനിങ്ങനെ അപ്പോൾ അടുത്തിരിക്കുന്നവൻ ഓർക്കുന്നത് എന്നെ ഈ പറ്റിയെന്ന്. ഞാൻ കരയുക. ലാൻഡ് ചെയ്തു, വെളിയിലിറങ്ങി, കോൺഫറൻസിൽ ചെന്നു. പക്ഷെ കരച്ചിൽ നിൽക്കുന്നില്ല. ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഈ ഹോൾ കോൺഫറൻസിൽ കരയുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ദേശത്ത് ഞാൻ തിരിച്ചു വന്നു. വേർ ഐ ബിലോങ് ടു, ഐ എം കമ്മിങ് എന്ന് വെച്ചാൽ ആ ഇമോഷൻ എന്താണെന്ന് എനിക്കറിയത്തില്ല. അതിനൊറ്റ ഇമോഷൻ പറയാം. ബോൺ അഗെയിൻ ഉണ്ടായ ഒരു അനുഭവമില്ലേ, ആ സെയിം കുറച്ചുകൂടെ ഹയർ ലെവൽ ഒരു സാധനം. അപ്പോൾ ഒറ്റ മനുഷ്യനില്ല റോഡിൽ, എല്ലാം ക്ലോസ്ഡാണ്. ഈ ഒരു ഫ്ലൈറ്റേ ഇറങ്ങിയുള്ളൂ. അതൊക്കെ ഞാൻ എയർ സ്പേസ് ക്ലോസ് ചെയ്തു. ഈ ഇസ്രായേലിൽ ഈ ജോർദനിൽ നിന്ന് ഇസ്രായേൽ തിരിച്ചു പോയ ഒറ്റ ഫ്ലൈറ്റേ ഉള്ളൂ. ബാക്കി എയർ സ്പേസ് ക്ലോസ്ഡ്. ഡൽഹിയിൽ നിന്ന് അമ്മാൻ പോയത് ഒരാൾ, വേറെ മാത്രം. അവിടെ നിന്ന് ഒരു ഫ്ലൈറ്റ് പോയി.
വേറെ ഭയങ്കര ഡിവൈൻ കണക്ഷൻ. ഡിവൈൻ എന്ന് പറഞ്ഞാൽ ഡിവൈൻ ടു ദി എക്സ്ട്രീം. ഓ സോ ഓൾഡ് സിറ്റി വഴി ഞാൻ നടക്കുമ്പോൾ ഒറ്റയ്ക്ക് നടക്കുന്നു. ഗലീലയിൽ അന്ന് ആ ഗലീലയിലെ അനുഭവം ഉണ്ടായി. അടുത്ത സ്ഥലം തിബിരിയാസ്. ഗലീലയിലെ തിബിരിയസിൽ മൂലയ്ക്ക് നിൽക്കും. അവിടെ ആരുമില്ല, വിസിറ്റേഴ്സ് ആരും ഇല്ലല്ലോ, പ്ലെയിനിൽ അടച്ചില്ലേ. ഈ തിബിരിയാസിലെ അനുഭവം വേറൊരു ഭയങ്കര ബ്രേക്ക് ത്രൂ ആയിരുന്നു അല്ലേ? അതൊരു ഞാൻ ആ തിബിരിയസ് പത്രോസിനെ യേശു കണ്ട ഇവയെക്കാളും അധികം, ഇവർ മീൻ പിടിച്ച് തിരിച്ചു വന്ന ഇവയെക്കാളും അധികം സ്നേഹിക്കുന്നു ആ സ്ഥലമാണെന്ന് പറഞ്ഞ് അവിടെ പോയി. ഞാൻ ഒറ്റയ്ക്ക്, ആരുമില്ല, ഈ ഇപ്പോഴത്തെ റഷില്ല, അവിടെ ആരുമില്ലല്ലോ, ആരും കാരണം ആരുമില്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് അവിടെ നിൽക്കുക. അപ്പോൾ ഞാൻ അവിടെ ഇവരോട് പറഞ്ഞു എനിക്ക് ഗലീലയിൽ പോകണം, ഈ സ്ഥലത്ത് പോകണം, പിന്നെ യേശുവിനെ നടന്ന സ്ഥലങ്ങളൊക്കെ. അപ്പോൾ അവിടെ ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ അവിടെ നിൽക്കും, നല്ല ബ്രീസാണ്. ഞാനിങ്ങനെ നിന്ന് എനിക്ക് ഈ അനുഭവമുണ്ട്, ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഈ 95 മുതലുള്ളതിന് ഈ കരിയില കൂടെ നടന്നു വരുന്ന ശബ്ദം എനിക്ക് കേൾക്കാം, ആളെ കാണാൻ പറ്റും. എന്നിട്ട് ഞാനൊരു ശബ്ദം കേൾക്കുക, നിൻ്റെ ശുശ്രൂഷയെക്കാളും നിനക്ക് ഇന്ന് ഉള്ള പദവിയേക്കാളും. അവ 2001 എന്ന് പറഞ്ഞാൽ പ്ലസ് ജോഫൻ കീഴ്മേൽ മറിച്ചു, ഇതിനേക്കാളൊക്കെ നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? അപ്പം ഇത് യേശുവാണെന്ന് എനിക്ക് മനസ്സിലായി. സ്പോട്ട് എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ ഈ കാലിൻ്റെ ശക്തി ഒന്ന് പോയി, കാലിൻ്റെ ശക്തി പോയി ഇടറി വീണു സാഷ്ടാംഗം. തിബിരിയാസിൽ ആ കടലിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇറങ്ങുന്ന ഒരു സ്ഥലമുണ്ട്, അങ്ങ് വീണു. എനിക്കറിയാം കാലിൽ ഈ പവർ മുഴുവൻ പോവും, ഇങ്ങനെ നിർത്തുന്ന ഒരു പവർ വോബിൾ ചെയ്ത് താഴോട്ട് പോകും. ഐ ബിഗൻ ടു വീപ്പ്. ഞാൻ കരയാൻ തുടങ്ങി. ഓൾറെഡി കരച്ചിലിൻ്റെ മൊത്തം അനുഭവത്തിൻ്റെ ഇടയ്ക്ക് ഇത് ഡബിൾ കരച്ചിലായി. ഞാൻ പറഞ്ഞു, കർത്താവേ, തളർന്നു കിടന്ന എന്നെ ചിന്തിക്കാത്ത ജെറൂസലേമിൽ കൊണ്ട് നിർത്തിയിരിക്കുക. എന്നാ ശുശ്രൂഷ, അങ്ങ് തന്നിട്ടല്ലാത്ത ശുശ്രൂഷയുണ്ടോ, ആരോഗ്യമുണ്ടോ? ഇന്ന് ഞാൻ നിൽക്കുന്ന ഇൻസൾട്ടെന്നും എല്ലായിടത്തു നിന്നും മാന്യത തന്നു, അങ്ങേ അല്ലാതെ വേറെ ആരെയാ സ്നേഹിക്കും? സോ ഈ ഹോൾ എപ്പിസോഡ് took 2 to 3 minutes. And then suddenly കാലിൽ ശക്തി പിഴമം. ആൻഡ് ഐ got up. അവിടെ ഒരു ബെഞ്ച് പോലെ ഒരു സ്ഥലമുണ്ട്, അവിടെ പോയി. I think I might have spent 1 or 2 hours just crying. Yes. അതിന് തൊട്ട് തലേദിവസത്തെ വേറെ ഫസ്റ്റ് ജോഫാൻ മീറ്റിംഗ് കണ്ട സ്വർഗീയനിലെ വളരെ അപൂർവം ഒരാളൊന്നാണ് ഞാൻ. ടേപ്പ് വേറുകൊണ്ട് കാണിച്ചു തരും. അതായത് എനിക്കൊന്ന് അവിടേക്ക് ടൈം ലിമിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം വേറെ കയറി ശുശ്രൂഷിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പം അറ്റ്മോസ്ഫിയർ മാറുന്നു. കുറേ സായിപ്പന്മാരും മദാന്മാരും അവരുടെ നേഷൻസിൻ്റെ ഫ്ലാഗ് എടുത്തുകൊണ്ട് ഡാൻസ് തുടങ്ങി. എനിക്ക് തോന്നി ഈ സമയം നോക്കാൻ ഏൽപ്പിച്ച ആളൊക്കെ താഴെ പോയി കാണും. ഞാൻ കണ്ടത് വേറെ മീറ്റിംഗ്. ഇറ്റ് വാസ് വെരി പവർഫുൾ മീറ്റിംഗ്. അപ്പം അതിൻ്റെ എല്ലാം കഴിഞ്ഞിട്ടാണ് ഈ അനുഭവം. ഡു യു ലവ് മീ മോർ ദാൻ യുവർ മിനിസ്ട്രി? ആ ഒരു എൻകൗണ്ടറിന് ശേഷം ഈ ബ്രദറിൻ്റെ മിനിസ്ട്രി ഭയങ്കരമായിട്ട് എക്സ്പാൻഡ്. 2001 വാസ്, പിന്നെ തിരിച്ചു വരുന്നത് എക്സ്പ്ലോഷനായിരുന്നു. 2004 വാസ് നമ്മൾ അവിടെ ചെന്നു. We have never looked back. അത് കഴിഞ്ഞിട്ട് ഉണ്ടായ ഒത്തിരി അനുഭവങ്ങളുണ്ട്. വേർ ഐ ഹാവ് ബിക്കം നം. പലരും ചോദിക്കുന്നുണ്ട്, why are you not going when great men of God are coming? I have lost interest in anything else but Christ. ഇപ്പം വലിയൊരു മിഷൻ ട്രിപ്പ് ഞാൻ വേറെ നിൽക്കുന്നത്. സ്റ്റിൽ അന്ന് ഞാൻ വേറെ കാണുന്നത് 1999 മുതൽ അന്നിങ്ങനെയാണ് വേറെ നിൽക്കുന്നത്. അതേ പാഷൻ. ഇപ്പം ഒരു വലിയൊരു റൗണ്ട് ട്രിപ്പ്
റൗണ്ട് ട്രിപ്പ് പോയി UK വഴി ഡൽഹി, തായ്ലൻഡിൽ കൊച്ചി വന്നു. അനിയൻ കൂട്ടി നേരം തായ്ലൻഡിൽ നിന്ന് അനിയെ കൊണ്ടേ കൊച്ചിയിലാക്കി. കൊച്ചിയിൽ നിന്ന് നേരെ മാഞ്ചസ്റ്ററിൽ പോയി. മാഞ്ചസ്റ്ററിൽ നിന്ന് ബോംബെയിൽ നിന്ന് നാഗ്പൂർ ടു വർദ്ധയിൽ പോണേ നാഗ്പൂർ ടു വർദ്ധ ബൈ ജീപ്പ്. വർദ്ധ 3 ദിവസത്തെ ക്രൂസൈഡ്. തിരിച്ച് നാഗ്പൂർ 1 day വിത്ത് ദ പാസ്റ്റേഴ്സ്. അത് കഴിഞ്ഞ് നേരെ ഡൽഹി 3 days. ഡൽഹി മീറ്റിംഗ് കഴിഞ്ഞ് ചണ്ഡീഗഡ് 3 days. ചണ്ഡീഗഡ് കഴിഞ്ഞ് നേരെ ചെന്നൈ 3 days. അത് കഴിഞ്ഞ് നേരെ കൊച്ചി വന്ന് അനിയെ കണ്ടിട്ട് കാര്യം പെട്ടി ഫുള്ളായി. 1.5 മാസത്തെ തുണി കൊടുത്തിട്ട് വേറെ ഒരു ബാഗ് എടുത്ത് മുംബൈ 2 days and then I am back. അങ്ങനെ വേറെ ഇപ്പോഴിങ്ങനെ ഈ എനർജി കൂടിയ പോലെയും പാഷൻ കൂടിയ പോലെയൊക്കെ ഫീൽ ചെയ്തു. 30, 60, 100. ഈ ശരീരത്തിലിരിക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ദുഃഖം എന്തായിരിക്കും എന്നറിയോ? എപ്പോഴായിരിക്കും എന്നറിയോ? ഈ ന്യായവിധി നമുക്കില്ല. ക്രിസ്തുവിൻ്റെ ന്യായസിംഹാസനമേ ഉള്ളൂ. അത് നരകത്തിലോട്ടൊന്നും പോകുന്നതല്ല. പക്ഷെ ഏറ്റവും വലിയൊരു ദുഃഖം ഈ ശരീരത്തിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഒരു 15 minutes വരെ യു വോണ്ട് റിയലൈസ്. And then when you come to senses that you cannot go back into the body, your mind will say, if only I had not wasted my time. Because the angels have come and say, let's go to meet our Savior, to meet the one whom you are preached without seeing. That's a joyful journey. But in that joyful journey, your mind will be totally preoccupied of the thought, why could not I have done more? ആ ഒരൊറ്റ ഒരു മിസ്സിങ് വരാൻ സാധ്യതയുള്ളൂ അല്ലേ? വൈ? വേറെ ഒന്നും ഖേദം കാണത്തില്ല, ഇത് മാത്രമേ കാണത്തുള്ളൂ. ഐ കുഡ് ഹാവ് ഡൺ. ഇപ്പം കാണാൻ പോവുക നേരെ. ബിക്കോസ് ഐ ഹവ് സെൻഡ് ബൈ ഹിം ആൻഡ് ഐ എം ഗോയിങ് ബാക്ക് ടു ഹിം വിത്ത് എ പ്രോഗ്രസ് റിപ്പോർട്ട്. ആ പ്രോഗ്രസ് കാർഡ് കാണിക്കുമ്പോൾ 100 out of 100 ചെയ്യാൻ സാധ്യതയുള്ളപ്പം 60 ചെയ്തിട്ടു, അല്ലെ 40 ചെയ്തിട്ടു. അവിടെയും സ്നേഹം കൊണ്ട് എന്നെ ശിക്ഷിച്ച് കളയും. സാരമില്ല എന്ന് പറയും. യേശു, യു ഡിഡ് വെരി വെൽ, നിൻ്റെ കപ്പാസിറ്റിയിൽ വെരി വെൽ. പക്ഷെ നമ്മുടെ അകത്തറിയാം അതല്ല വല്ല്, എനിക്കിനി ആകാരുന്നു. He's not a taskmaster. He's love. And that love is so penetrating. When he speaks to you, it is pushing against the wall and nailing you off. A lover that you cannot say no. അതായിരിക്കണം ഇപ്പോൾ ഈ ചാലഞ്ചസും ഒത്തിരി വിഷയങ്ങളൊക്കെ വന്നപ്പോഴും, ടർബുലൻസ് വന്നപ്പോഴും, ഇപ്പോൾ പാസ്റ്റർ ഫിനിസ്റ്റിപ്പം പറഞ്ഞ പോലെ യേശുവിനാമത്തെ സൗഖ്യം എല്ലാവർക്കും അറിയാം. പക്ഷേ അത് കാണിച്ചു കൊടുത്തത് സ്വർഗീയനാണെന്നും പല ചർച്ചസിനും ന്യൂ ജനറേഷൻ എന്ന് പറയുന്നൊരു ഒത്തിരി പേർക്ക് ധൈര്യം പറഞ്ഞു. ഞാൻ വിശ്വാസത്തിൽ ഇറങ്ങി. സ്വർഗീയം എന്നല്ല, ഞാൻ എൻ്റെ കയ്യാലെ ഈ കോട്ടയം പട്ടണത്തിലാണ് ഇറക്കി. അതിൻ്റെ കാരണം എൻ്റെ മനസ്സിലൊറ്റ ഒരു കാര്യം ഉണ്ടായിരുന്നു. യേശു പറഞ്ഞു രോഗികളെ സൗഖ്യമാക്കാൻ. ഇത്രയേ ഉള്ളൂ. എൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകും. കഴിഞ്ഞ സൺഡേ മീറ്റിങ്ങിൻ്റെ മുമ്പേ എൻ്റെ അകത്ത് വന്ന ഒരു വികാരം, ഹെവൻലി ഫീസ്റ്റ് ആരംഭിച്ച യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം നടക്കുമെന്ന് തെളിയിച്ച് കാണിച്ച അത് ഒന്ന് ഡീവിയേറ്റ് ചെയ്ത് ഇനി മർമ്മങ്ങളിലോട്ട് മാറുക. ആൻഡ് ദ ബിഗ്ഗസ്റ്റ് മിസ്റ്ററി ഈസ് ക്രൈസ്റ്റ്. എന്തായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ ബോംബ്. ഒത്തിരി റെവല്യൂഷൻ നമ്മൾ കൃപയാൽ ഇപ്പം ആവരണമിട്ട് ആൾക്കാർ സ്ഥാനപ്പെടുന്നു. ഈവൻ ബ്രദർ പറയാം, കൊച്ചുപിള്ളേർ പറയാം, എല്ലാവരും പറയും നിങ്ങൾ പോയി രോഗികളുമേ കൈവച്ച് ചെയ്യുവൻ. നമ്മൾ സ്ഥലത്തിന് അഡ്വാൻസുകൾ കൊടുക്കുന്നു, പൈസയൊന്നുമില്ല കൊടുക്കുന്നു. എന്നെ ഇതൊക്കെ ഭയങ്കര അത്ഭുതം. പക്ഷേ മനോരമയിൽ ഫുൾ പേജ് സപ്ലിമെൻ്റ് കൊടുക്കുന്നു. ആദ്യം ഇറക്കിയ സപ്ലിമെൻ്റ് എൻ്റെ കയ്യിൽ നമ്മളിവിടെ ആർക്കയിലുണ്ട്. പക്ഷേ ഈ സപ്ലിമെൻ്റ് ഇത് 2003 തോന്നുന്നത്. ഇത് ന്യൂ ഇയറിൻ്റെ സപ്ലിമെൻ്റാണ്. ഇത് 22 years ബാക്ക് നമ്മൾ ചെയ്തൊരു സപ്ലിമെൻറ്റ്. വേറെ
ഇങ്ങനെയൊക്കെ പെന്തിക്കോസ് സഭകൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? അതോ ഇങ്ങനെയൊക്കെ ഇത് ചെയ്തതിന് എനിക്ക് തെറി കിട്ടും. ഇത് ചെയ്തതിന് എനിക്ക് തെറി കിട്ടി. തെറിയെന്ന് പറഞ്ഞാൽ പെന്തക്കോസ് പാസ്റ്റർമാരാ. കാര്യം അവരുടെ മനസ്സിനകത്ത് ഇത് ആദ്യത്തെ 2008 1998 ഇതിനു മുമ്പ് 92, ഇത് 2002 ന്യൂ ഇയർ സർവീസിൽ ഇതാ ആദ്യത്തെ 1998 ആദ്യ സപ്ലിമെന്റ്. ആദ്യത്തെ സപ്ലിമെൻ്റ് കോശി ഇറക്കുന്നത്. അതോടെയാണ് കോശി ഭാരത് അഡ്വർടൈസ്മെൻറ്റ് തുടങ്ങുന്നത്. ഈ ആ സപ്ലിമെൻ്റ് ആദ്യത്തെ ഇറങ്ങുമ്പം ഇതൊന്നും കളയരുത്. ഇല്ല, ചുരുട്ടുകൂട്ടി എന്നാ പോക്കറ്റിൽ വെക്കാതെ ഇതൊക്കെ ലാമിനേറ്റ് ചെയ്ത് പോയി. ഈ അതൊക്കെ ഇറക്കുമ്പം ഞാൻ ഇറക്കാൻ കാര്യം എന്താ? ബിസിനസ് ബാക്ക്ഗ്രൗണ്ട്. ഓ, അപ്പോൾ എൻ്റെ ഇന്നത്തെ പ്രോഡക്റ്റ് എന്താ? യേശുവിനെ എനിക്ക് എല്ലാവർക്കും കൊടുക്കണം. ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ചിരിക്കുന്നത് ഇത് പഠിപ്പിച്ച് കുറച്ച് പേര് ചെറിയ സഭ നല്ല സഭ എന്ന് പറഞ്ഞല്ലേ നിൽക്കുന്നേ. അതേസമയത്ത് എൻ്റെ മൈൻഡിലെന്താ? എല്ലാവരുടെ ഇതാവണം യേശു. ഇപ്പോൾ ബെസ്റ്റ് വേ എന്താ? പേപ്പർ. കാര്യം ഞാൻ ഓൾറെഡി അഡ്വർടൈസ് ചെയ്യുന്ന എൻ്റെ പ്രോഡക്ട്സ് അഡ്വർടൈസ് ചെയ്യുന്നു. ആ മൈൻഡായിരുന്നു. പക്ഷെ പൈസ ഇല്ല. അപ്പോൾ പൈസയ്ക്ക് എന്നാ ചെയ്യണം? അത്രയും സ്പോൺസേഴ്സിനെ പിടിക്കണം. സോ മൈ ബാക്ക്ഗ്രൗണ്ട് ആസ് എ ബിസിനസ് മാൻ പ്ലസ് മൈ thirst ടു ഷോ ജീസസ് ടു ദ വേൾഡ്, ഇത് രണ്ടും കൂടെ ഒന്നിച്ചു. ആ പരസ്യം കണ്ടാണ് എനിക്കത് കഞ്ഞിക്കുഴി നടക്കുന്നൊരു മീറ്റിങ്ങിനാന്ന് തോന്നുന്നു ഡ്യൂണിയുടെ പപ്പായ അമ്മയും വരുന്നത് ആ അഡ്വർടൈസ്മെൻറ്റ് കണ്ടാണ്. എത്ര പേര്? ഇറ്റ് വാസ് എ ട്രാക്ടർ, another tractor. യെസ്, ട്രാക്റ്റാണ്. അപ്പം വെറി റൗണ്ട് ട്രിപ്പ്, മിഷൻസ് ടയർഡാകത്തില്ലേ? മിഷൻസ് ഇല്ലാതെ ഇരിക്കുമ്പോൾ ടയർഡായിപ്പോൾ. അല്ല, സീരിയസ്ലി ശരിക്കും മിഷൻസ് ഇല്ലായിരിക്കും വേറെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില സമയത്തൊക്കെ ഞാൻ ചുമ്മാ ഇരിക്കുമ്പോൾ അനി എന്നോട് പറയും കട്ടിൽ കയറുന്നു ഞങ്ങളോട് പ്രസംഗിച്ചോളൂ. പിന്നത്തെ ഇതൊരു റിയലൈസേഷനാണ്. റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് ശാരീരികമായ പരിപൂർണ്ണ സൗഖ്യം വേണം. ഇന്നും എനിക്ക് ഓടാൻ മേല. ഐ കനോട്ട് റൺ. സ്റ്റേജിൽ മാത്രമേ ഉള്ളൂ റണ്ണിങ്. കഴിഞ്ഞ 8 ദിവസം വേറെ സ്റ്റേജിൻ്റെ 80 feet നമ്മുടെ സ്റ്റേജ്. അത് എങ്ങനെ ഓടിയെന്ന് എനിക്കറിയില്ല. ഇന്ന് കഴിഞ്ഞ ഞായറാഴ്ച കണ്ടില്ല എൻ്റെ കാലം ഇങ്ങനെ പോകുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോൾ എന്നോട് റോഡിൽ ഓടാൻ ഓടാൻ മേല. അപ്പം എൻ്റെ പ്രാർത്ഥനകൾ അന്നത്തേത് ഒന്ന് പരിപൂർണ്ണ സൗഖ്യം, 2 സാമ്പത്തികമായി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പാനിക്കിയ സിറ്റുവേഷൻ, പാനിക്ക്. അപ്പോൾ അതിനകത്ത് നിന്ന് എനിക്കൊരു വിടുതലാണ്. കാര്യം വെച്ചാൽ നാട്ടുകാർ ഇനിയിപ്പം തഹസിൽദാർ ജപ്തിയുടെ 1-2 നോട്ടീസല്ല, ഈ ഗേറ്റിൽ അവർ ഒട്ടിച്ചിട്ട് പോകും. പിന്നെ അകത്ത് വരുന്നു. പിന്നെ പോലീസ് അവർ സാറേ ഒരു സമൻസ് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അങ്ങനെ ഇനിയും നാണം കെടാനൊന്നുമില്ല. ഇതിനകത്ത് നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടണം. അപ്പം ഒരു രാത്രി ഞാനിങ്ങനെ പ്രാർത്ഥിക്കുക, എൻ്റെ ലിവിങ് റൂമിലിരുന്ന് ഒറ്റയ്ക്ക്, കർത്താവ് ഇതിനകത്ത് നിന്നൊക്കെ ഒന്ന് വിടുവിക്കുക. വേറെ ഒന്നും കൊണ്ടല്ല, ഒരു ഫ്രീ ആയാലല്ലേ പ്രസംഗിക്കാനും ഒരു ഫ്രീഡം ഉള്ളൂ, ശുശ്രൂഷിക്കണം എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ പ്രാർത്ഥന എപ്പോഴും ഒരു സംസാരം പോലെ. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഒരു ആദ്യ ദിവസം മുതൽ ഐ ആം സ്പീക്കിംഗ് ടു എ റിയൽ പേഴ്സണാലിറ്റി. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രാർത്ഥന ശൈലി പോലെ പലർക്കും എന്നെ ഇഷ്ടമില്ല. പണ്ടൊക്കെ വീട് കയറി പാർക്കിൽ എന്നൊക്കെ പറയാം, ഞാൻ കയറി ഈശോയെ ഈ ഭവനത്തിന് നീ സ്വന്തം ഞാൻ ഇറങ്ങിപ്പോവും. പിന്നീടാണ് എന്നെ ഒരു പാസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. അവർക്കൊരു ആഗ്രഹമുണ്ട്, ഒരു 2 സങ്കീർത്തനം എങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു പ്രസംഗം പറഞ്ഞ്. എന്നെ സംബന്ധിച്ചോളം
ഇറ്റ് ഈസ് എന്നാ പറയുന്നത്, ഐ വിൽ ബി വിത്ത് യു ഓൾവേസ്, ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് അതങ്ങനെ തന്നെയാണ്. കമ്മിറ്റ്മെൻറ്റാണ് അതിനകത്ത്. ഇറ്റ്സ് എ കമ്മിറ്റ്മെൻറ്റ്, വെദർ യു ഫീൽ ഇറ്റ് ഓർ നോട്ട്, വെദർ യു എവിടെയാണേലും ഹി വിൽ ബി ദർ. ബ്രദർ ഞാൻ കണ്ട കാര്യം എന്തെങ്കിലും കിട്ടിയ വേറെ അതങ്ങ് 100% അങ്ങ് പിടിക്കുമല്ലേ? ഞാൻ എല്ലാ കാര്യം ബൈബിളിൽ തമാശ എഴുതാൻ പറ്റത്തില്ല. ഇല്ലേ, ദൈവം തമാശയും പറയത്തില്ല, നുണയും പറയത്തില്ല. തമാശ ഇല്ലെന്നുണ്ടെങ്കിൽ ഇല്ല. അപ്പം പിന്നെ അത് അതുപോലെ എടുക്കുക എന്നുള്ളതാണ്, അത്രേ ഉള്ളൂ. അപ്പം എൻ്റെ കൂടെ ഉണ്ട്. അപ്പം ഞാൻ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു ദർശനം പോലെ, ഞാൻ ദർശനമാണോ എന്ന് ചോദിച്ചാൽ അതെ, അല്ലേന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യൻ കത്തുന്ന കാണും തീക്കകത്ത്. അപ്പം എൻ്റെ ലെഫ്റ്റ് സൈഡിലായി കത്തുന്നത് ഈ മൈൻഡ് പെട്ടെന്നായിട്ട് അട്രാക്റ്റഡ് മൈ അറ്റൻഷൻ. അപ്പം എൻ്റെ മനസ്സിൽ ഇതെവിടെയോ നടക്കുന്ന കാര്യം ഒരു സ്ക്രീനിനകത്ത് ഞാൻ കാണുക. ഒരു മനുഷ്യൻ ലിറ്ററലി ഓൺ ഫ്ലെയിം. ആ മനുഷ്യൻ്റെ വായിന്ന് ഹെൽപ്പ് 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 എന്നാണ് പറയുന്നത്, കാറുക ഹെൽപ്പ് ഹെൽപ്പ് ഹെൽപ്പ്. അപ്പോൾ ഈ ലിപ്പ് ലാംഗ്വേജ് അറിയാം, ഹെൽപ്പാണ്, കേൾക്കാൻ മേല. എന്നിട്ട് അയാൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ തട്ടാൻ നോക്കുന്നു, അങ്ങനെ വെപ്രാളത്തിൽ. അപ്പം എൻ്റെ ഈ പ്രാർത്ഥനയുടെ ഫോക്കസ് അയാളായി പെട്ടെന്ന്. കാര്യം ഇത് നാളെ കഴിഞ്ഞത്തെ കാര്യമില്ല, ഇതിപ്പം തീ കെടുത്തില്ലെങ്കിൽ ഈള പോയി. എൻ്റെ ആരോഗ്യം പിന്നെയും വീണ്ടെടുക്കാം, സാമ്പത്തിക പ്രശ്നം പിന്നെയും നടക്കും. പക്ഷേ ഈ മനുഷ്യന് എമർജൻസിയാണ്. അപ്പം ഇത് ഞാൻ കാണുമ്പം പെട്ടെന്ന് ഞാൻ പറഞ്ഞു, യേശുവേ എൻ്റെ കാര്യം വേണ്ട, ഈളെ ഇപ്പം രക്ഷിക്കണം. ഉടനെ എനിക്ക് ഓഡിയബിളല്ല, എനിക്ക് കേൾക്കാം, എൻ്റെ അകത്തുനിന്നാണ് വരുന്നത്. സകല അധികാരവും എൻ്റെ കയ്യിലുണ്ട്. എന്നാൽ ഒരു മനുഷ്യനെ രക്ഷിക്കാൻ എനിക്ക് ഒരു മനുഷ്യൻ തന്നെ പോയേ മതിയാവുന്നു. ക്യാൻ യു ഗോ? ഞാൻ ഇങ്ങനെ അറിയാതെ കൈ അങ്ങ് പൊക്കി. ഞാൻ പറഞ്ഞു, ജീസസ്, ഫ്രം ടുഡേ ഐ വിൽ നെവർ എവർ പ്രേ ഫോർ മീ. And I give you my word, if there is no one in the world, I will be there for you. ആരുമില്ലെങ്കിലും യേശുവേ, ഏത് പാതിരായ്ക്കും എന്നെ വിളിച്ചോ, ഞാൻ അങ്ങേക്ക് വേണ്ടിയുണ്ട്. ആ നാൾ മുതൽ ഇന്ന് വരെ ഭൗതിക നന്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. നെവർ. അപ്പം ചുറ്റും വേറെ മതിലെ മറ്റേ ഇരിക്കുക ജപ്തി മാത്രമല്ല, തെറി. ഞാൻ ഇതുവരെ കേട്ടില്ലാത്ത വല്യപ്പനെ മുതൽ അപ്പനെ മുതൽ തെറി. പ്രാർത്ഥിച്ചിട്ടില്ല. അന്ന് മുതൽ ദിസ് സ്റ്റോപ്ഡ് ആൻഡ് ദിസ് സ്റ്റാർട്ടഡ്. എൻ്റെ മനസ്സിനകത്തെ എൻ്റെ ചിന്താഗതിയാണ് ഞാൻ പറയുന്നത്. അത് കേൾക്കുന്നവർക്ക് കളിയാക്കാം. ഞാനില്ലെങ്കിൽ യേശുവിന് വേറെ ആരും ഇല്ലെന്നുള്ള തോന്നൽ എന്നോട് തന്നെ ഞാൻ പറഞ്ഞു വച്ചിരിക്കുക. ഗലീലയിൽ വെച്ച് കേട്ട കാലൊച്ച, തിബരിയാസിൽ വെച്ച് കേട്ട അതേ കാലൊച്ച ഞാൻ നോക്കുമ്പം ഈ ക്ലൗഡിൻ്റെ അകത്ത് നഗ്നമായ, ഞാൻ അന്ന് കണ്ടത് സാൻഡിൽസ് ഇട്ടാണ്. പക്ഷേ ഇത് സാൻഡിൽസ് ഇല്ലാത്ത ആണിപ്പാടുള്ള 2 കാല് നടന്ന സ്റ്റേജിലോട്ട് വരും.